അദാനിയെ തകർക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ടുകൾ ചമച്ച ഇന്ത്യൻ ഓഹരി വിപണി ഇടിച്ച അമേരിക്കയിലെ ഹിൻഡൻബർഗ് റിസർച്ചുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുള്ളതായി ഇസ്രായേലിലെ രഹസ്യ ഏജൻസി മൊസാദ്. സ്പുട്നിക് ഇന്ത്യ എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്ന ജോർജ് സോറസ് എന്ന അമേരിക്കൻ കോടീശ്വരന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ രാഹുൽ ഗാന്ധിയും പങ്കാളിയാണെന്ന കാര്യം കൂടി പുറത്തുവരികയാണ്. കോൺഗ്രസിന്റെ വിദേശ യൂണിറ്റ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സാം പിത്രോഡയുടെ കമ്പ്യൂട്ടർ സെർവറുകൾ രഹസ്യമായി പരിശോധിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയും ഹിൻഡൻബർഗ് റിസർച്ചും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖകൾ ലഭിച്ചത്. ഇതോടെ അദാനിക്കെതിരെ 88 ചോദ്യങ്ങൾ ഉയർത്തിയ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് അദാനിയെ തകർക്കുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന കാര്യമാണ് പുറത്തുവരുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ ഗാന്ധി കുടുംബത്തിന് വിശ്വസ്തനായാണ് സാം പിത്രോദ അറിയപ്പെടുന്നത്. ഇപ്പോൾ US-ൽ ഇരുന്നാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവരുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അജണ്ട തയ്യാറാക്കുന്നതും സാം പിത്രോദയാണ്. 2023 ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെ കടപുഴക്കാവുന്ന ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് റിസർച്ച് എന്ന അമേരിക്കയിലുള്ള ധനകാര്യ സ്ഥാപനം റിപ്പോർട്ട് പുറത്തുവിട്ടത്. അടിമുടി അദാനി ഗ്രൂപ്പിനെ വിമർശിക്കുന്നതായിരുന്നു റിപ്പോർട്ട്. അദാനി അവരുടെ ഓഹരി വില പെരുപ്പിച്ചു കാണിക്കുന്നു. അദാനി ഗ്രൂപ്പ് മൗറീഷ്യസിലും മറ്റുമുള്ള കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു, കമ്പനിയുടെ അക്കൗണ്ടുകളിൽ തിരിമറി നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം 2023 ജനുവരി 31 ആരംഭിക്കാനിരിക്കെയാണ് ജനുവരി 24 ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന്റെ രാഷ്ട്രീയ അജണ്ട ഇപ്പോൾ വ്യക്തമാകുന്നു. തുടർന്ന് അദാനി ഓഹരികളുടെ 81% ഇടിഞ്ഞപ്പോൾ അദാനി തകർന്നു എന്ന് എല്ലാവരും കരുതി. അദാനിയെ സഹായിച്ച മോദി രാജിവെക്കണമെന്ന് ഉറക്കെ ബഹളം വെക്കുകയായിരുന്നെന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും ജയറാം രമേശും ഒക്കെ ചെയ്തത്. പക്ഷേ അദാനി പതിയെ ഉയർന്നു വന്നു. ബിസിനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ടറിഞ്ഞ വൻ നിക്ഷേപകർ അദാനിയിൽ പണം മുടക്കാൻ തയ്യാറായി. ഓസ്ട്രേലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന GQG പാർട്ട്നേഴ്സിന്റെ എല്ലാമായി ഇന്ത്യക്കാരൻ രാജീവ് ജെയിൻ നടത്തിയ വൻ നിക്ഷേപമാണ് അദാനി ഓഹരികൾക്ക് ഊർജ്ജം പകർന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും അവരുടെ ചെൽപ്പൊടിക്ക് നിൽക്കുന്ന പ്രശാന്ത് ഭൂഷണെ പോലുള്ള അഭിഭാഷകരും ചേർന്ന് സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിലും അദാനിക്കെതിരെ സമ്മർദ്ദം ചെലുത്തി. തുടർന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതേക്കുറിച്ച് അന്വേഷിച്ച സെബിയുടെ അധ്യക്ഷയായിരുന്ന മാധവി പുരി ബൂച്ച് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അദാനിക്കെതിരെ 88 ചോദ്യങ്ങൾ ചോദിച്ച ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ കഴമ്പില്ലെന്നും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തി. ഇതേ തുടർന്ന് എന്തിന് അദാനിക്കെതിരെ വ്യാജമായ 88 ചോദ്യങ്ങൾ ഉയർത്തി കള്ള റിപ്പോർട്ട് പ്രചരിപ്പിച്ചതിന്റെ കാരണങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് മാധവി പുരി ബൂച്ചി അന്ന് ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ ഷോക്കേഴ്സ് നോട്ടീസ് അയച്ചത്. ഇതേ തുടർന്ന് ഹിൻഡൻബർഗ് റിസർച്ച് മാധവി പുരി ബൂച്ചിനെതിരെ ഒരു കള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിനു പിന്നാലെ കോൺഗ്രസ് മാധവി പുരി ബൂച്ചിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി കള്ള ആരോപണങ്ങൾ ഉയർത്തി. ഇതെല്ലാം പൊളിഞ്ഞു. അന്നും കോൺഗ്രസും ഹിൻഡൻബർഗ് റിസർച്ചും തമ്മിൽ രഹസ്യബന്ധമുണ്ടോ എന്ന സംശയം ഉയർന്നിരുന്നു. അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിക്ക് ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. എന്തിന് 2024 മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനുള്ള പണം നൽകിയത് പോലും ജോർജ് സോറസ് ആണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള അനേകം NGO-കളിലൊന്നായ ഓപ്പൺ സൊസൈറ്റി ഫോറമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ. പക്ഷെ പൊടുന്നനെ US-ൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ റിപ്പബ്ലിക് പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അജണ്ടകൾക്കെതിരെ നീങ്ങാൻ തുടങ്ങി. ജോർജ് സോറസിനും ഡീപ് സ്റ്റേറ്റിനും മേൽക്കൈ നഷ്ടമായി. ഇതോടെയാണ് പൊടുന്നനെ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ച്. ട്രംപ് വന്നതോടെ തന്നെ മേൽ പിടിവീഴുമെന്ന് തോന്നിയാണ് നെയ്റ്റ് ആൻഡേഴ്സൺ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം തന്നെ അടച്ചുപൂട്ടി എവിടെയോ മറിഞ്ഞത്. അതോടെ ഹിൻഡൻബർഗ് റിസർച്ച് ഒരു കടലാസ് കമ്പനിയാണെന്ന് തെളിവുമായി. ഇതിനിടെ ജോർജ് സോറസും കൂട്ടരും അവരുടെ അധികാരം ഉപയോഗിച്ച് US നീതിന്യായ വകുപ്പിലുള്ള ജഡ്ജിയെ പിടിച്ച് അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തി വിധി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു. അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയതിന് US നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലിനോട് ട്രംപിന്റെ അനുയായികൾ വിശദീകരണം ചോദിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനെ അദാനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്ന ട്രംപ് സർക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് ഇടവരുമെന്നും ഈ നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതോടെ അദാനിക്കെതിരെ നീങ്ങിയ താനും അഴിയേണ്ടി വരുമോ എന്ന ഭയമാണ് പൊടുന്നനെ കമ്പനി പൂട്ടി മുങ്ങാൻ ഹിൻഡൻബർഗ് റിസർച്ച് ഉടമയായ നെയ്റ്റ് ആൻഡേഴ്സനെ പ്രേരിപ്പിച്ചതെന്നും കരുതുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയും ഹിൻഡൻബർഗ് റിസർച്ചും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. ഇതാണ് ഇസ്രായേൽ രഹസ്യ ഏജൻസിയായ മൊസാദ് രാഹുൽ കുടുംബത്തിന്റെ ഇറാൻ മൂളിയായ ബുദ്ധിരാക്ഷസൻ സാം പിത്രോദയുടെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്.